നമസ്കാരം. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ മുറിവ് ഉണങ്ങും മുൻപ് തന്നെ അവിടെ കള്ളാടിയിൽ ഇന്നലെ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. 3 പേർ മരണപ്പെട്ടു, 5 പേരെ കാണാനില്ല എന്നതൊക്കെയാണ് അവസാനമായി ലഭിച്ച വിവരം. എനിക്കിന്ന് പറയാനുള്ളത് ഈ മാധ്യമ പ്രവർത്തകരുടെ ഒരു രീതിയെക്കുറിച്ചാണ്. എപ്പോഴും അറിയാം, അവർ ദുരന്തങ്ങൾ ആഘോഷിക്കുന്ന ആളുകളാണ്. ആ റേറ്റിംഗിന് വേണ്ടിയിട്ടുള്ള മത്സരത്തിനിടെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ അത് മുതലെടുക്കുന്നത് പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. വേറൊന്നും കൊണ്ടല്ല പറയുന്നത്. ഇന്നലെ അവര് തുടർച്ചയായിട്ട് ഒരേ ദൃശ്യം വീണ്ടും വീണ്ടും കാണിച്ചു. അപ്പൊ ഈ ദൃശ്യം വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ട് അത് ആദ്യം കണ്ടപ്പോഴേ നമുക്ക് വല്ലാത്തൊരു നെഞ്ചിടിപ്പാണ്. പ്രത്യേകിച്ച് ഹൈ BP ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ വല്ലാത്തൊരു ടെൻഷൻ നമുക്ക് കയറുകയാണ്. നമ്മളവിടെ അത് അനുഭവിച്ചില്ലെങ്കിൽ ഇത് കാണുമ്പോൾ വല്ലാത്തൊരു ഭീതിയാണ് നമ്മളിൽ ഉണ്ടാകുന്നത്. എനിക്കങ്ങനെ വ്യക്തിപരമായിട്ട് അനുഭവപ്പെട്ടു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഈ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ അതൊരു ടൂറിസത്തിനുള്ള സാധ്യത പോലെ, അവസരം പോലെ കാണുന്ന കുറെ ആളുകൾ ഈ ദുരന്ത സ്ഥലത്തും തടിച്ചുകൂടുന്നു. ഒരു ദുരന്തമുണ്ടായി കഴിഞ്ഞു എന്ന് കരുതി വീണ്ടും അവിടെ ദുരന്തത്തിന് സാധ്യതയില്ലാതില്ല. വീണ്ടും അവിടെ മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം മഴ അവിടെ പെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. ഈ ഭാഗത്ത് പോലും മണ്ണിടിയാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ്. അപ്പോ ആ സമയത്ത് വീണ്ടും ആളുകൾ തടിച്ചുകൂടിയാൽ, പിന്നെയും ഒരു ദുരന്തമുണ്ടായാൽ അത് ഇരട്ടി പ്രഹരം ഏൽപ്പിക്കുകയുള്ളൂ. അതൊന്നും കണക്കിലാക്കാതെ സെൽഫി എടുക്കാനുള്ള ആളുകളുടെ ബഹളം, തിരക്ക്, അവിടെ സെൽഫി എടുക്കുന്ന വീഡിയോകളൊക്കെ എത്ര നമ്മൾ കണ്ടു. എന്തൊരു മോശം പ്രവണതയാണ് മനുഷ്യർ കാണിച്ചു കൂട്ടുന്നത്. എത്ര പേർ ഇനി മണ്ണിനടിയിലുണ്ടെന്നറിയില്ല. അവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ആ തിരക്കുകൾക്കിടയിൽ അവിടെ കാഴ്ച കാണാൻ വരുന്ന ആളുകൾ, എന്തൊരു കഷ്ടമാണ്. ഈ രക്ഷാപ്രവർത്തക സംഘമൊക്കെ അവരെയൊക്കെ അവിടെ നിന്ന് ഓടിക്കുന്നത് കണ്ടു. നിങ്ങൾ ഇവിടെ നിന്ന് മാറി നിൽക്കൂ, ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കരുത്, അല്ലെങ്കിൽ തന്നെ ഇനിയും ഒരു അപകടത്തിന് സാധ്യതയുണ്ട്, മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഇവരെയൊക്കെ ഓടിച്ചു വിടുന്നത് കണ്ടു. എന്തിനാണ് മനുഷ്യർ ഇങ്ങനെ ആഘോഷിക്കുന്നത് ദുരന്തങ്ങളെ? അതൊരു വലിയ ചോദ്യമായി മാറുകയാണ്, ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇത്തരം ദുരന്തങ്ങളെ ആഘോഷിക്കുകയാണെന്ന് പറയാതെ വയ്യ. വലിയ സങ്കടമുണ്ട് ഇത് പറയുന്നതിലും. ഈ ഒരു മനോഭാവം നമ്മൾ മാറ്റണം. വലിയ പ്രളയം 2018 വലിയ പ്രളയമൊക്കെ വന്നപ്പോൾ നമുക്കറിയാം, കുട്ടനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളൊക്കെ മുങ്ങിത്താണ് കിടന്നപ്പോൾ അവിടെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ, കേരളത്തിന്റെ പല കോണുകളിൽ നിന്നുള്ള ആളുകൾ കാണാൻ വേണ്ടി എത്തി. പ്രളയം കാണാൻ വേണ്ടി, കണ്ട് ആസ്വദിക്കാൻ വേണ്ടി എത്തി. എന്തൊരു രസമാണ് അല്ലേ? ഈ പ്രളയത്തിൻ്റെയും ഈ വലിയ പ്രകൃതി ദുരന്തങ്ങളുടെയും ഒക്കെ ഇരകളാകേണ്ടി വരുന്ന മനുഷ്യർക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുവെന്ന്. പുറത്തു നിന്ന് കാണുന്നവർക്ക് വെറും ഒരു വാർത്ത അല്ലെങ്കിൽ വെറും ഒരു കാഴ്ച. ഇതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവരും നമ്മളെപ്പോലെ തന്നെയാണ്, പച്ച മനുഷ്യരാണ്. അവരുടെ വേദന മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം, അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം.